നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ? എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത്, ഉറപ്പായും പണി കിട്ടും. നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ, ഡിസ്പ്ലേ ചേഞ്ച്, ബാറ്ററി ചേഞ്ച്, ബോർഡ് സർവീസ്, ബോർഡ് സ്വാപ്പിംഗ്, അൺനോൺ പാർട്ട് മെസ്സേജ്, അങ്ങനെ 99% ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സോൾവ് ചെയ്ത് തരുന്നുണ്ട്. മാത്രമല്ല 30 ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ്. പൂയംകുട്ടിയാറിൽ ഒഴുക്കിൽപ്പെട്ട മരണമടഞ്ഞ ബിജുവിന്റെ കുടുംബത്തിനായി കാരുണ്യയാത്ര നടത്തി. പൂയംകുട്ടി മണികണ്ഠച്ചാൽ ചപ്പാത്തിൽ ഒഴുക്കിൽപ്പെട്ട മരണമടഞ്ഞ ബിജുവിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി ഐഷാസ് ഗ്രൂപ്പിന്റെ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി. കാരുണ്യയാത്രയുടെ ഉദ്ഘാടനം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് ആന്റണി ജോൺ MLA നിർവഹിച്ചു. ബിജുവിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, കഴിഞ്ഞ ജൂൺ മാസം 25-ാം തീയതിയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബിജു രാവിലെ ഏതാണ്ട് 7 മണിയോടുകൂടി മണികണ്ഠച്ചാൽ ചപ്പാത്തിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നത്. പിന്നീട് 6-ാം ദിവസമാണ് ബിജുവിൻ്റെ ഡെഡ് ബോഡി പൂയംകുട്ടി പുഴയിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. ബിജു രാവിലെ പൂയംകുട്ടി പുഴയ്ക്ക് ഇക്കരെ ബസ് എടുത്തു വരുന്നതിന് വേണ്ടി ചപ്പാത്തിലൂടെ കടന്നു വരുന്ന വേളയിലാണ് വെള്ളത്തിൽ വീണു പോവുകയും ദാരുണമായി മരണം സംഭവിക്കുകയും ചെയ്തത്. ആ സംഭവം ഉണ്ടായ സമയം മുതൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ഡെയ്സി ജോയി, ജോഷി പൊറ്റക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് കൊറമ്പേൽ, ബസ് ഉടമകളായ ഷാജി തോപ്പുകുടി, ഷംഷുദ്ദീൻ തോപ്പുകുടി, ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോഷി EBT, ജനറൽ സെക്രട്ടറി CB നവാസ്, വൈസ് പ്രസിഡന്റ് കൊച്ചിൻ സാമുവൽ, നിരവധി ബസ് ജീവനക്കാർ സന്നിധരായിരുന്നു. മെയ് മാസം 25-ാം തീയതി രാവിലെയാണ് മണികണ്ഠച്ചാൽ ചപ്പാത്തിൽ വെച്ച് ഒഴുക്കിൽപ്പെട്ട് ബിജു മരണപ്പെട്ടത്. ഒരു ദിവസത്തെ ഐഷാസ് ഗ്രൂപ്പിന്റെ 10 ബസ്സുകളിലെ മുഴുവൻ കളക്ഷനും ബിജുവിന്റെ കുടുംബത്തിന് നൽകാമെന്ന് തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.